ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആണ്. ഇത് നമുക്കൊരു സൈഡ് ഡിഷ് ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്നാക്ക് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈ ആണ് കേട്ടോ. ഇത് സാധാരണ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന പോലെയല്ല, നമ്മൾ ടൂത്ത് പിക്കിലൊക്കെ കുത്തിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ്, അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ്. നല്ല ചെമ്മീൻ സാധാരണ ചുരുണ്ടല്ലിരിക്കും, ഇത് നല്ല നിവർന്നിട്ട് തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുത്താലും ഇരിക്കും. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒരു ബൗളിലേക്ക് ഞാൻ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വലിയ ജീരകം കൂടെ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 അല്ലി ചെറിയ ഉള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു അര ടീസ്പൂൺ വലിയ ജീരകം കൂടെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ പുളിക്ക് ആവശ്യത്തിനുള്ള ചെറുനാരങ്ങ നീരും കൂടെ പിഴിഞ്ഞു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. മുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവരാണെങ്കിൽ നന്നായിട്ട് ചേർക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. അപ്പം ഞാനിവിടെ വളരെ കുറച്ച് ചെമ്മീനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ കുറച്ച് മസാലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്ത് ഒരു ബ്ലാക്ക് നാരുണ്ടാവും, അത് നന്നായിട്ട് തന്നെ ഒഴിവാക്കുക കേട്ടോ. അത് വയറുവേദനയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ചെമ്മീൻ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളിത് മസാല തേച്ചിട്ട് കുറച്ച് സമയം മാറ്റി വെക്കണം കേട്ടോ, എന്നാലേ മസാല നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി. ഞാൻ അധികം സ്പൈസി ആയിട്ടൊന്നല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. ഇനി കുറച്ച് സമയത്തിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ടൂത്ത് പിക്ക് എടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഈ ടൂത്ത് പിക്ക് ഒന്ന് കുത്തി വെക്കാം. ഓരോ ചെമ്മീനും അതിൽ കോർത്തെടുക്കുക കേട്ടോ. ഈ ടൂത്ത് പിക്കല്ല, വലിയ എന്തെങ്കിലും സ്റ്റിക്കാണെന്നുണ്ടെങ്കിൽ അതിലും ചെയ്യാം. കബാബ് സ്റ്റിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റും. അതിലൊരു 2-3 എണ്ണൊക്കെ ഒന്നിച്ച് തന്നെ നമുക്ക് ഇതുപോലെ കോർത്തെടുക്കാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഓരോന്നും നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി വെക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. വളരെ കുറഞ്ഞ സമയത്ത് തന്നെ നമുക്കിതൊക്കെ കോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കോർത്ത് വെച്ചതിന് ശേഷം വേണമെങ്കിലും നമുക്ക് കുറച്ച് സമയം മാറ്റി വെക്കണമെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ടൊക്കെ മസാല പിടിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് നമ്മുടെ റസ്ക് പൊടിയിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഈസിയാണ് കേട്ടോ, അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ എല്ലാവർക്കും കാണുന്നുണ്ടാവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്, റസ്ക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളുത്തുള്ളിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ, ഗാർലിക് പൗഡറാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ടതുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മസാലയിലേക്ക് ഉപ്പുണ്ട് കേട്ടോ, എന്നാലും ഒന്ന് ജസ്റ്റ് കുറച്ചൊരു ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മസാല പുരട്ടി ടൂത്ത് പിക്കിൽ കോർത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഓരോന്നെടുത്തിട്ട് നമുക്ക് ഇതിലൊന്ന് റോൾ ചെയ്തിട്ട് വെക്കാം. ഇതാണ് നമ്മുടെ ആ ഒരു ചെമ്മീന് ക്രിസ്പിനെസ് കൊടുക്കുന്നത് കേട്ടോ. ഈ റസ്ക് പൊടി, ഈ ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സാണ്. അപ്പോൾ വെളുത്തുള്ളി പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും. വലിയെന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ റെസിപ്പി ചെയ്യാതിരിക്കരുത്. നമ്മൾ നേരത്തെ മീനിൽ ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ഒന്ന് ഇതിൽ മുക്കിയിട്ട് വെക്കാം. എന്നിട്ട് ഈ സമയം തന്നെ നമ്മൾ പാനിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാണ് ചെയ്ത് വെച്ച സമയത്ത് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഓരോ ചെമ്മീനും ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഓയിലോ നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത് അതിൽ ചെയ്താൽ മതി കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ടൂത്ത് പിക്ക് ശരിക്കും ആകാത്ത ഭാഗങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ചുളിവ് വരും കേട്ടോ. ടൂത്ത് പിക്ക് നന്നായിട്ട് കയറിയ ഭാഗങ്ങളൊക്കെ അങ്ങനെയെന്ന് പറഞ്ഞ് തന്നെ ഇരിക്കും. അപ്പോൾ കുറച്ച് ചെമ്മീനാണെങ്കിൽ ഒരുപാടുള്ളതായിട്ട് നമുക്ക് തോന്നും. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറുമുറയാണ് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ അങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.